കുടിയേറിയില്ല. 44 വർഷമായി ഞാൻ അവിടെ കൃഷി നോക്കിയിരുന്നു. ആദ്യമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നിടത്ത് വെറും 5 കിലോമീറ്റർ മാത്രം നടന്ന ദുരിതമാണ് നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്. പേപ്പറിലും ടി വിയിലും കാണുന്നേ അതിഗുരുതരമാണ് അവിടുത്തെ അവസ്ഥ. ആ മാനസിക സ്ഥിതിയിൽ കഷ്ടപ്പെട്ടാണ്. അതായത് തലേ ദിവസം പള്ളിയിൽ കണ്ടുവരില്ല, ഒരാഴ്ച മുമ്പ് നാട്ടുകൂട്ടത്തിൽ കണ്ടുവരില്ല, വലിയ കാര്യം. അത് കാരണം എൻ്റെ ഈ സംസാരത്തിൽ എന്തെങ്കിലും മാനസിക വിഭ്രാന്തി സംഭവിക്കുന്നുണ്ടെങ്കിൽ സാധനം ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യം അപേക്ഷിക്കുന്നു. ശരി, എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഇടവള കാപ്പിയിൽ എങ്ങനെ ഇടവള നടത്താം എന്നുള്ള ഒരു വിഷയമാണ്. അത് കഴിയുമ്പോഴാണ് കോഫി ബോർഡിലെ ആൾക്കാർ പറയുന്നത് കാപ്പി കൃഷിയെ കൂടെ അതിൽ ഉൾപ്പെടുത്തണം. ആദ്യം തുടങ്ങാൻ ഇടവള കൃഷിയാണ്. ഞങ്ങൾ ചെയ്യുന്നത് കാപ്പി പരിപ്പാക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാപ്പിയുടെ തൊണ്ടാണ് ഞങ്ങൾ ജൈവവളമാക്കി മാറ്റി ജൈവ ഇതിലേക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കാപ്പി കുത്തി ആ തൊണ്ട് ഞങ്ങൾ ജൈവ ആക്കുന്നത്. ഇതാണ് കാപ്പിയുടെ ഫ്ലവറിങ്. അതായത് ഫെബ്രുവരി 15 ഞങ്ങളുടെ കാപ്പി പറിക്ക തീരുമ്പോൾ ഞങ്ങൾ കാപ്പി നനക്കണം. ഒരു പ്രാവശ്യം നനച്ചാൽ 20 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാം നന ഞങ്ങൾക്ക് കിട്ടും. ആദ്യം കഴിഞ്ഞിട്ട് നമുക്കൊരു മഴ കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും 20 ദിവസത്തെ ഇടവേള അനുസരിച്ച് ഞങ്ങൾ നനച്ചുകൊണ്ടിരിക്കും. അവസാനം നല്ലൊരു മഴ കിട്ടുന്നതോടൊപ്പം ഈ വർഷം 4 നന കഴിഞ്ഞ് 5ാമത്തെ നനയോട് കൂടിയാണ് ഞങ്ങൾക്കൊരു മഴ കിട്ടിയത്. ഇതിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ കാപ്പി കൃഷിയെ സംബന്ധിച്ചിടത്തോളം കാപ്പി കൃഷി തന്നെയല്ല, എല്ലാ ഫ്രൂട്ട് ഉണ്ടാകുന്ന മരങ്ങളുടെ ബേസിക് ആയിട്ടുള്ള സംഗതി നമ്മൾ കയ്യും കാലും ഉണ്ടാക്കാന്നുള്ളതാണ്. അതായത് ശിഖരങ്ങൾ എന്തുമാത്രം ഉണ്ടാക്കാൻ പറ്റുമോ അതിന് മാത്രം ഫ്രൂട്ടാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുക. കായ്ക്കാനുള്ള പ്രതലമില്ലെങ്കിൽ നമുക്ക് കായ്ക്കുകയില്ല. അപ്പം മാക്സിമം നമ്മൾ പരമാവധി എന്തുമാത്രം ബ്രാഞ്ചസ് അതിനെ ഉണ്ടാക്കാവോ അത് നടക്കുക. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേനൽ മഴയ്ക്ക് അതല്ലെങ്കിൽ വേനൽക്കാലത്ത് കൊടുക്കുന്ന വെള്ളമാണ് ആ ശിഖരങ്ങൾ വളരുന്നത്. നമ്മൾ കാപ്പിയെ സംബന്ധിച്ചിടത്തോളം വലിയ മഴക്കാലത്ത് ഇത് മരച്ചു നിൽക്കുകയുള്ളൂ. അപ്പോൾ വേനൽക്കാലത്ത് കഴിയുന്നതും വെള്ളം കൊടുത്തുകൊണ്ട് കാപ്പിയുടെ ശിഖരങ്ങൾ പരമാവധി വളർത്തുക. ഒരു ബ്രാഞ്ച് ഒരു 10 കൊലയെങ്കിലും നമുക്ക് കിട്ടണം. അതിനനുസരിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ഇത് കാപ്പിയോളം കാപ്പി ഞങ്ങൾ കുത്തുന്നു. ഇതാണ് ഞങ്ങളുടെ കാപ്പിയുടെ ക്വാളിറ്റി. ഇത് കോഫി ബോർഡ് വളരെയധികം നല്ല ഒരു കർഷകർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി തന്നാണ്. നമുക്ക് ഈ കുരു തുരപ്പൻ വെറി ബോറോയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ട്രാപ്പ് അവർ ഡെവലപ്പ് ചെയ്തതോടുകൂടി വിഷം അടിക്കാതെ തന്നെ കാപ്പിയെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇത് വളരെ എഫക്റ്റീവാണ്, വളരെ എഫക്റ്റീവാണ്. ഇതാണ് ഞങ്ങളുടെ നനയ്ക്കുന്ന. ഞങ്ങളൊക്കെ അവിടെ ചെറിയ സ്പ്രിങ്ക്ലർ കൊണ്ടല്ല നനയ്ക്കുന്നത്, വലിയ സ്പ്രിങ്ക്ലർ കൊണ്ടാണ് നനയ്ക്കുന്നത്. ഇത് ഒരു സ്പ്രിങ്ക്ലർ 1 ഏക്കർ കവർ ചെയ്യും. 1 ഏക്കർ കവർ ചെയ്യും. ഇത് ഞങ്ങൾ തന്നെ ഒന്നെങ്കിൽ കാപ്പി ബോർഡിൽ ഞങ്ങൾ മേടിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തോട്ടത്തിലെ ചെടികൾ സെലക്റ്റീവായിട്ടുള്ള ചെടികളുടെ കുരു എടുത്ത് ഞങ്ങൾ നഴ്സറി ഇട്ട് ഞങ്ങളുടെ ആവശ്യാനുസരണം വളരെ അടുത്ത
അടുത്തുള്ളവർക്ക് ഞങ്ങൾ കുറച്ച് കൊടുക്കുകയും. ഇതാണ് ചെറുകാപ്പി വെക്കുന്നത്. ഇത് വെച്ചിരിക്കുന്ന ഫീൽഡ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഏലം ഉണ്ടായിരുന്നു, 10-20 ഏക്കർ ഏലം ഉണ്ടായിരുന്നു. ആ ഏലത്തിന് ഞങ്ങൾക്ക് കമുകായിരുന്നു ഞങ്ങളുടെ ഷെയ്ഡ്. ഈ കമുക് മഞ്ഞപ്പ് രോഗം വന്ന് പിടിക്കാൻ തുടങ്ങിയപ്പോഴേ തന്നെ ഞാൻ അതിൻ്റെ അപകടം മനസ്സിലാക്കി. അപ്പം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് മാംഗസ്റ്റിനും ജാതിയും വെച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ഏലം മാറ്റിയിട്ട് ഞങ്ങൾ കാപ്പിത്തൈ വെച്ചിരിക്കുന്നതാണ്. ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ ജാതിയാണ്. ഇത് ചെറിയ മാംഗസ് തൈ ഇതിൻ്റെ അകത്ത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. മാംഗസിന് ഒരു ഗുണമുള്ളത്, നിങ്ങൾക്ക് ഒരു 2-3 ദിവസം വെള്ളത്തിൻ്റെ അടിയിൽ പോയാൽ അത് തകരാറ് വരികയാണ്. വളരെ ഈർപ്പം പിടിച്ച സ്ഥലങ്ങളിൽ നിങ്ങൾക്കത് കൃഷി ചെയ്യാൻ. ഒറ്റ സംഗതി മാത്രമേ മാംഗസിൻ കൃഷിക്ക് അടിവരയിടേണ്ടത്, അതായത് കുമ്മായിട്ട് pH എല്ലാ വർഷവും നിങ്ങൾ ശ്രദ്ധിക്കണം. 6.2, 6.5 രീതിയിൽ നിർത്തിയാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ഫ്രൂട്ട് കിട്ടും. പിന്നെ ഈ മലയോര പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ, താഴെ നാട്ടിൽ ഉണ്ടാകുന്ന സമയത്തല്ല ഇവിടെ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ഇപ്പോഴാണ് താഴെ നാട്ടിലെ ഫ്രൂട്ടൊക്കെ തീർന്നു. ഇപ്പോഴാണ് മലയോര പ്രദേശങ്ങളിൽ ഫ്രൂട്ട് ഹാർവസ്റ്റിംഗ് തുടങ്ങിയത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ തൊടുപുഴ താഴെ നാട്ടിൽ ഒരു മാംഗസ്റ്റിൻ കർഷകന് ചുരുങ്ങി 6 കഴിഞ്ഞിട്ട് പോയാൽ ഒരു 150 രൂപയാണ് കിട്ടുന്നത്. ഇവിടെ മലയോര പ്രദേശങ്ങളിൽ നമുക്ക് 300 മുതൽ 450 രൂപ വരെ നമ്മുടെ ഫ്രൂട്ടിന് കിട്ടും. ഫ്രൂട്ട് ക്വാളിറ്റിയിൽ വളരെ വളരെ നല്ലതുമാണ്. ഇത് ഏലത്തിന് ഞാൻ പറഞ്ഞല്ലോ, കമുക് പോയിട്ട് തുടങ്ങിയപ്പോഴത്തേന് ഏലത്തിന് ഞങ്ങൾ മാംഗസ്റ്റിൻ ചെയ്തിരിക്കുകയാണ്. ആ കറുത്ത് കാണുന്ന എല്ലാം മാംഗസ്റ്റിൻ മരമാണ്. ഇതൊക്കെ ഏലത്തിന് ജാതി മാംഗസ്റ്റിന് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് കാപ്പിയാണ്. ഇതാണ് കാപ്പിക്കകത്ത് ഞങ്ങൾ മാംഗസ്റ്റിൻ ചെയ്തിരിക്കുന്നത്. ആ കറുത്ത് കാണുന്നതെല്ലാം മാംഗസ്റ്റിനാണ്. ഇത്രയും തിക്കായിട്ടുള്ള കാപ്പിത്തോട്ടത്തിലാണ് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത്. യാതൊരു അതിശയോക്തിയില്ല. ഇതൊരു 7 ഏക്കറിൻ്റെ ബ്ലോക്കാണ്. ഈ 7 ഏക്കറിൻ്റെ ബ്ലോക്കിൽ ഏറെക്കുറെ ഇത്രയും മാംഗസ്റ്റിനുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഈ വർഷം ഞങ്ങൾ ഏറെക്കുറെ 12 ടൺ പരിപ്പ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അതിനകത്താണ് ഈ എല്ലാവരും പറയും ഇത്രയും തിക്കായിട്ടുള്ള കാപ്പിത്തോട്ടത്തിൽ എങ്ങനെ മാംഗസ്റ്റിൻ വെക്കാൻ പറ്റുന്നത്. ഇത് അതിനൊരു ഉദാഹരണം. ഞങ്ങൾ പല എക്സോട്ടിക് ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വെള്ളമുണ്ടെങ്കിൽ മാംഗസ്റ്റിനാണ് ഏറ്റവും നല്ലത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മാംഗസ്റ്റിൻ നമുക്ക് പച്ചയോടുകൂടി പറിച്ച് 2-ാം ദിവസം പഴുപ്പാകുന്ന രീതിയിൽ സൂക്ഷിക്കാം. ആ പച്ചയോടുകൂടിയുള്ള ലെവലിൽ പക്ഷിമൃഗാദികൾക്ക് ഇത് തിന്നാൻ പറ്റത്തില്ല. 2ാമത്തെ സംഗതി, നമ്മുടെ മലയോര പ്രദേശങ്ങളിലെ കാലാവസ്ഥ വെച്ചാൽ 2 ആഴ്ചത്തെ ഷെൽഫ് ലൈഫ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു കച്ചവടക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ കച്ചവടക്കാരൻ്റെ മനോഭാവം എപ്പോഴും നമ്മളെ ഇടിച്ചു താത്തി 100 കുറ്റം പറഞ്ഞ് നമ്മുടെ ഫ്രൂട്ട് വില കുറച്ച് മേടിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് സാധാരണ. അപ്പോൾ ഇതിന് 2 ആഴ്ച ഷെൽഫ് ലൈഫ് ഉള്ളത് കാരണം നമുക്ക് കഷത്തിലേക്ക് തിരിച്ചു കൊടുക്കും. പിന്നെ ഉള്ളത് ഞങ്ങൾ ലിച്ചിയാണ്. ലിച്ചി താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് കൃഷി ചെയ്യാം. ലിച്ചി ആണെങ്കിലും ലിച്ചിയുടെ ഒരു ഗുണം, നോർത്ത് ഇന്ത്യയിലാണ് ലിച്ചി കൂടുതലുണ്ടാകുന്നത്. അവിടെ മെയ് ജൂണാണ് അതിൻ്റെ സീസൺ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ ഡിസംബർ. ലോകത്ത് മെഡഗാസ്കർ എന്നുള്ള രാജ്യം ഒഴിച്ച് വേറെ ആർക്കും ഈ നവംബർ ഡിസംബറിൽ ഫ്രഷ് ലിച്ചി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ. പക്ഷെ ലിച്ചിക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞത്, ലിച്ചി നല്ല വെയിൽ വേണം, വെള്ളം ഒട്ടും വേണ്ട, മോശം മണ്ണ്. ഫെർട്ടൈൽ സോയിലിൽ ലിച്ചി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇലക്കൊഴുപ്പായിട്ട് മാറും. അത് കാരണം ഇച്ചിരി മോശം മണ്ണുണ്ട്, നല്ല വെയിലടിക്കണം,
അങ്ങനെയുള്ള സ്ഥലത്താണ് നമുക്ക് ലിച്ചി കൃഷി ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ വലയിട്ട് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതാണ് ലിച്ചിമരം. വലിയ ലിച്ചിമരം പൂത്ത് നിൽക്കുന്നതാണ്. ഇതാണ് ഇത്രയും ഫ്രെയിംവർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ ലക്ഷങ്ങൾ ചെലവില് ഈ ഒരു ലിച്ചിയിൽ 800 കിലോ വരെ പറിച്ച കാലഘട്ടങ്ങളുണ്ട്. 400 രൂപയാണ് വില. ഇതാണ് ലിച്ചിപ്പഴം. ലിച്ചിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. പലർക്കും ഇതിൻ്റെ പുളിയാണ്. ലിച്ചി മരത്തിൽ നിന്ന് നന്നായിട്ട് പഴുക്കണം, എന്നാലേ അതിന് മധുരമുണ്ടാവും. ഇത് ഞങ്ങൾ ലിച്ചി പറിച്ചിട്ട് സോട്ട് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു. അടുത്തത് മാംഗസ്റ്റ് കാഴ്ച കിടക്കുന്നത്. ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്യും. 6 എണ്ണത്തിൻ്റെ പെട്ടിക്കകത്ത് പാക്ക് ചെയ്ത് ആണ് പോകും. നടപടിക്രമങ്ങൾ. മാംഗസിൻ്റെ ചില കേടുകൾ. മാംഗസിൻ്റെ പ്രധാന കേടുകൾ കൂടുതലും ഫംഗൽ ഇൻഫെക്ഷനാണ്. അത് കാരണമാണ് ഞാൻ പറയുന്നത് മാംഗസ് കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും pH വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് പറയാൻ കാര്യം ഈ അസിഡിക് സോയിലാണ് നമ്മുടെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഒരു ഹോസ്റ്റ്. അപ്പോൾ അത് മാറ്റാമെങ്കിൽ pH ലെവൽ റെഡിയാക്കാമെങ്കിൽ നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്കത് ബാലൻസ് ചെയ്യും. അടുത്ത റംബുട്ടാനാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം. പക്ഷെ കാപ്പിക്കകത്ത് ചെയ്യുമ്പോൾ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാപ്പിയുടെ ഷെയ്ഡ് കാരണം കാപ്പിയുടെ മോൾ ഭാഗത്തുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ക്രോപ്പ് കിട്ടുള്ളൂ. കാപ്പിക്കകത്ത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ക്രോപ്പ് കിട്ടുന്നത് ആ ടോപ്പ് ഏരിയ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ഏരിയയിൽ മാത്രമാണ്. ഇതേപോലെ വലയിട്ട് റംബുട്ടാനുള്ള കുഴപ്പം ഇതേപോലെ വലയിട്ട് സൂക്ഷിക്കണം. റംബുട്ടാന് ഒരു ഡിസഡ്വാൻറ്റേജും ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. ലിച്ചി പഴുത്ത് കഴിഞ്ഞാൽ നിൽക്കുകയില്ല. മാംഗസ് പഴുത്ത് കഴിഞ്ഞാലും ചെടികൾ നിൽക്കുകയില്ല. അത് റംബുട്ടാനാണെങ്കിൽ നമുക്ക് 1 മാസം വരെ നമുക്ക് ഈ വലയ്ക്കകത്ത് സുരക്ഷിതമായിട്ട് പിടിച്ചു നിർത്താം. പക്ഷേ ഷെൽഫ് ലൈഫ് കുറവാണ്. ഇതാണ് പല വെറൈറ്റി. മഞ്ഞ ടേസ്റ്റ് നല്ലതാണെങ്കിൽ കൊമേഴ്സ്യൽ വാല്യൂ ഇല്ല. റംബുട്ടാൻ ഞങ്ങൾ പാക്ക് ചെയ്യുന്നതാണ്. അത് ഞങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ എല്ലാം വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിലാണ്. അത് ഞാൻ എൻ്റെ മക്കളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ ഒരു സാധനം കടയിൽ നിന്ന് ഒരു ഫ്രൂട്ട് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരെണ്ണം കേടാണെങ്കിൽ നമ്മുടെ മനോവേദന ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മാംഗസ്റ്റ് നമുക്കിപ്പോൾ 100-400-300 രൂപ എടുത്ത സാധനം ബോംബെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അതിന് 1800 രൂപയാണ്. അപ്പോൾ 6 മുതൽ 8 എണ്ണം 1 കിലോ തൂങ്ങും. അതിൽ ഒരെണ്ണം കേടാണെങ്കിൽ അയാളുടെ മനോവേദന എന്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വൃത്തിയായിട്ട് നമ്മൾ വില മേടിക്കണം, വൃത്തിയായിട്ട് സാധനം കൊടുക്കണം. ഇത് ഫുലോസ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. നടുക്ക് കാണുന്ന അബിയു ആണ്. മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നതാണ്. ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ വെയിൽ കുറവായത് കാരണം ഈ ആന്ധ്ര, ഗുണ്ടൽപെട്ട ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിലുള്ള പ്രൊഡക്ടിവിറ്റി നമുക്കുണ്ടാകും. പിന്നെ കാപ്പിയെ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാപ്പിയെ സംബന്ധിച്ചിടത്തോളം പലർക്കും അറിയാൻ മേലാത്ത ഒരു വസ്തുതയാണ് കാപ്പി നേഴ്സറി ഇട്ട് കഴിഞ്ഞാൽ കാപ്പി വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ കൂടയുടെ അടിഭാഗം
കണ്ടിച്ച് കളഞ്ഞിട്ട് വേണം കാപ്പി വെക്കാൻ. അപ്പോൾ പലരും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വേരുകളെല്ലാം കണ്ടിച്ച് കളഞ്ഞാൽ എങ്ങനെയാണ്? കാപ്പിത്തൈയുടെ തായ് വേര് വളഞ്ഞിരുന്നാൽ 3-ാം വർഷം നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് നിർബന്ധമായിട്ട് കാപ്പിയുടെ കൂടയുടെ അടിഭാഗം ഒരു 1/2 ഇഞ്ച് കനത്തിൽ കൂടയോടുകൂടി കണ്ടിച്ച് മാറ്റിയാൽ നിങ്ങൾക്ക് അത് സേഫറായിരിക്കും. കാപ്പിത്തൈ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ 1 വർഷം ഒരു ഭാഗം സൈഡ് നിങ്ങൾ മറിച്ച് കൊടുക്കണം. നിർബന്ധമാണ്. പിന്നെ ഷോർട്ട് ഔട്ട് ബോർഡർ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതിനും കോഫി ബോർഡിൽ ഇപ്പോൾ അതിന് ജൈവ പ്രതിവിധി അതിനുണ്ട്. ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പ് തൂക്കിയാൽ ആ ഈച്ചകൾ മുഴുവൻ അതിൻ്റെ അകത്ത് വീഴും. നമുക്ക് ബോർഡർ അറ്റാക്ക് കുറയ്ക്കാം. ഈ ബോർഡർ അറ്റാക്ക് നിർബന്ധമായിട്ടും കുറച്ചിരിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കാപ്പിയുടെ തായ്തടിയെന്ന് വരുന്ന ബ്രാഞ്ചിന് പ്രൈമറി ബ്രാഞ്ച് എന്ന് പറയും. ഒരു ബ്രാഞ്ച് നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് പോയാൽ നിങ്ങളുടെ ഉൽപാദനക്ഷമത ഭയങ്കരമായിട്ട് കുറയും. താങ്ക് യു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഞാനൊരു തുറന്ന പുസ്തകമാണ്.